എന്താ നോക്കിയേ, ഇവരെന്താ ഉരുട്ടിക്കൊണ്ട് പോകുന്ന അറിയാവോ? ഇത് നമ്മുടെ കിണറിനിടാൻ വേണ്ടി റിങ് ഉരുട്ടിക്കൊണ്ട് പോവാണേ. എല്ലായിടത്തും റിങ് ഇറക്കുന്നത് ക്രെയിനിന്റെ സഹായത്തോടു കൂടിയാണ്. ഇവര് രാവിലെ വന്നപ്പോൾ കൈയും വീശിയ വന്നേ. ഞാൻ ഇവരോട് ചോദിച്ചു, ക്രെയിൻ ഇല്ലാണ്ട് എങ്ങനെ റിങ് ഇറക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇവർ പറയുകയാണേ, അപ്പോൾ നമ്മുടെ കിണറിന് ഇറക്കാൻ വേണ്ടി ആവശ്യമായ റിങ് വണ്ടിക്ക് വന്നു. ഒരു സൈഡൊക്കെ നോക്കി മെല്ലെ ഇറക്കുവാണ്. ഇവർ ഇതെല്ലാം കൈക്ക് തന്നെയാണ് പിടിച്ചിറക്കുന്നത് കേട്ടോ. മറ്റ് ക്രെയിനുകളൊന്നും ഉപയോഗിക്കുന്നില്ല. കൈകൊണ്ട് ഓരോന്നും മെല്ലെ സാവകാശം ഇറക്കുവാണ്. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണ്ടോ. നോക്കിയേ, വളരെ അപകടം പിടിച്ചൊരു പണിയാണ്. വളരെ ശ്രദ്ധിക്കണം. കയ്യോ ചെറിയ അശ്രദ്ധ കൊണ്ട് കയ്യോ കാലൊക്കെ മുറിയാനൊക്കെ സാധ്യതയാണ്. അത്രമാത്രം ശ്രദ്ധയോടുകൂടി മെല്ലെ മെല്ലെ ഇറക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷെ ഇവർക്കാണ് ബുദ്ധിയുണ്ട് കേട്ടോ. ഇവർ കുറച്ച് ദൂരമുണ്ട്, ഈ വണ്ടി പോകുന്നിടത്തുമായിട്ട് ഇച്ചിരി ദൂരമുണ്ട്. അപ്പോൾ ഇവർ ഓരോന്ന് ഇറക്കി സുരക്ഷിതമായി ഇറക്കി വെക്കുന്നു. ഇവർ 5 പേരാണുള്ളത്. ഇവർ ഇവിടുത്തെ ടീമാണെന്നറിയുമോ? ഇത് മാനക്കിലെ ടീമാണ് കേട്ടോ. കൂടുതലും അവർ റിങ്ങിൻ്റെ പണിയാണ് എടുക്കുന്നത്. എൻ്റെ കിണറിൻ്റെ ഇവിടെ സൈഡിൽ ഇടിയാൻ തുടങ്ങി, അടിഭാഗം ഇടിയാൻ തുടങ്ങി, മോൾ ഭാഗം ഇടിയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ മൊത്തം എനിക്ക് റിങ് കണ്ടു വന്നു. അങ്ങനെയാണ് ഞാൻ ഇവരെ കോൺടാക്റ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ ക്രെയിനൊന്നും വരാനുള്ള സൗകര്യമില്ല വീട്ടിനങ്ങോട്ട്. ഇവിടെ കിണറിനടുത്ത് കൊണ്ടുപോയി വെച്ച്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചായിരുന്നു, ഇതെങ്ങനെ നിങ്ങൾ ഇറക്കുന്നത്? ക്രെയിനൊന്നും ഇല്ലാണ്ട് എങ്ങനെ ഇറക്കും? ഇത്രയും വെയിറ്റുള്ള സാധനമല്ലേ. ഇപ്പോൾ ചുമ്മാ കൈപ്പിടി തൂക്കി ഇറക്കാൻ പറ്റുമെന്നില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ചേട്ടൻ ഇത് കണ്ട് നോക്കാൻ പറഞ്ഞു. തിരക്ക് കൂട്ടാതെ നമ്മൾ ഇറക്കി തരും, പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ കണ്ടേ നോക്കാം എന്നൊക്കെ വിചാരിച്ച് ഇവിടെ നിൽക്കുകയാണ്. അപ്പം എന്താ എനിക്കൊരു ഇവരെന്ത് ചെയ്യുന്നറിയാൻ വേണ്ടി അവിടെ വീഡിയോ പിടിച്ചാണ് നോക്കുക എങ്ങനെയാണ് ചെയ്യുന്നത് അറിയാൻ വേണ്ടി. അപ്പോൾ ഇവർ ഞാൻ നോക്കുമ്പോൾ 2 തണ്ട് ഈ കിണന്ന് വട്ടമിട്ടിട്ടുണ്ട്, അപ്പുറപ്പുറം എത്തുന്ന രീതിയിൽ. അതിൽ കയറ് കെട്ടി കമ്പയെ കൂട്ടിയാണ് കയറ് കെട്ടിയേക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെ താഴോട്ട് ഇറക്കാൻ പറ്റും, നമുക്ക് സാവകാശം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടു പഠിച്ചോളം പറഞ്ഞു. അവർ ഏണിയൊക്കെ കെട്ടി തൂക്കി ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും സ്റ്റെപ്പ് ഇറക്കിയതിന് ശേഷം ഇങ്ങനെ ചെയ്തപ്പോൾ കുറച്ച് എണ്ണം ഇറക്കി, ഒരു 5-6 എണ്ണം ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇവർ കമ്പേന്ന് കെട്ടഴിച്ച് ഒരു വടം കൊണ്ട് ഈ റിങ്ങെ ചുറ്റി കയറെ കൂടെ വല്ല ലൂസാക്കി ഇറക്കുവാണ്. അപ്പോൾ 4 ഭാഗത്തുനിന്നും ഒരുപോലെ ഇറക്കണം. അങ്ങനെ ഇറക്കി ഒരു 8 റിങ്ങോളം ഇറക്കിയിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ പേടിയാവും. ഉണ്ട് അവിടെ സീറ്റിംഗ് ആയില്ല, അതിന് മുന്നേ ഇറങ്ങി ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നോ നോക്കാം. അവിടെ തൂക്കി ഇറക്കിയാൽ പോരല്ലോ, ഇത് കെട്ടഴിക്കണ്ടേ. താഴെ ഇപ്പോൾ ഒരാൾ വെച്ചും വെള്ളമായി കേട്ടോ, പെട്ടെന്ന് വെള്ളമായി. അതാ അപ്പുറത്തും ഇപ്പുറത്തും റിങ്ങിൽ ചവിട്ടി കറക്റ്റ് തൂക്ക് നോക്കി അവർ സെറ്റാക്കി വെക്കുവാണ്. അപ്പോൾ ഇറക്കി സെറ്റാക്കി. ഇതാണ് നമ്മുടെ റിങ്. നമ്മൾ ഏകദേശം 28 റിങ്ങോളം ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. ഇനി സൈഡിലിടാൻ വേണ്ടി മിറ്റിൽ വന്നിട്ടുണ്ട്. മിറ്റിലിറക്കി. നിങ്ങൾ ടിപ്പറല്ല കേട്ടോ, തൊട്ടിവെട്ടിക്കാണ്, പിക്കപ്പിനാണ് ഇറക്കുന്നത്. ഇനി ഇത് വലിച്ചിറക്കണം, ഇച്ചിരി പണിയുണ്ട്. അപ്പോൾ ഇവർ 4-5 പേരുണ്ട്. സ്പീഡാണ് പരിപാടി കേട്ടോ. 2 സൈഡും തുറന്ന് വലിച്ച് പെട്ടെന്നാക്കി. രണ്ടാൾ ഇവിടെ റിങ് 3 പേര് റിങ് ഉരുട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ബാക്കി 2 പേര് ഇവിടെ ബാക്കി മിറ്റിലിറക്കുന്നു. സ്പീഡ് പരിപാടിയാണ്, ഒറ്റ ദിവസത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇങ്ങനെ വർക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം ഞാൻ വിചാരിച്ചോട്ടോ ഇതിവരെങ്ങനെ ഇറക്കുമെന്നൊക്കെ വിചാരിച്ചു, കമ്പക്കൂട്ടിയാലും കെട്ടുപോകുന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നീട് അതിൻ്റെ ഒരു ട്രിക്ക് മനസ്സിലായത്. നമുക്കിനി ഒരു 3 റിങ് കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിണർ ഫുള്ള് റിങ്ങായി. അത് കഴിഞ്ഞിനെ നിറച്ചാൽ മതി, മെറ്റിൽ വാരിയിട്ട് നിറച്ചാൽ മതി. എന്തായാലും സംഗതി വളരെ അടിപൊളിയാണ്. ഇവർ സെറ്റിങ്സ് പരിപാടിയൊക്കെ ഓക്കെ, എല്ലാം സിമ്പിളായി കൈകാര്യം ചെയ്യുന്നു. ആ ഒരെണ്ണം അഴിക്കാൻ ഇച്ചിരി പണിയാന്ന് തോന്നുന്നു. ഓക്കെ, കുറച്ച് സമയമായി അതേ കിടന്ന് കഷ്ടപ്പെടുന്നു. നിങ്ങൾ വീഡിയോ കാണുന്നവരാരെങ്കിലും റിങ്ങിൻ്റെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഇങ്ങനെയാണ് ഇറക്കുന്നത്, അത് മറ്റെന്തെങ്കിലും മാർഗ്ഗം ഉപയോഗിച്ചാണോ, ഏതാണ് കൂടുതൽ സുരക്ഷിതത്വം, എളുപ്പം ഏതാണ് എന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാൽ പിടിച്ചിരിക്കാൻ സ്ഥലമില്ലല്ലോ. സിമ്പിളായിട്ട് ഊരി ചെയ്തോ. അങ്ങനെ ചുറ്റിനും 4 കെട്ടുകളും അഴിച്ചു. അവർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഞാൻ വെച്ചാൽ ഊരാൻ കിട്ടുന്നില്ലെന്ന്. സംഭവം അവർ മെറ്റിലിട്ട് തുടങ്ങിയിട്ടോ, ഫില്ലാക്കാനുള്ള പരിപാടിയാണ്. മെറ്റിലിട്ടേ ഏകദേശം റിങ്ങിൻ്റെ പണിയൊക്കെ ഏകദേശം ആയി. ഇനി മെറ്റിലിട്ട് ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, അവർക്ക് വീഡിയോയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിരി വരുന്നു. ഈ ചേട്ടൻ എന്തൊക്കെ പറഞ്ഞ് ഒപ്പിക്കുമെന്ന് എന്നും പറഞ്ഞ ഡയലോഗ് അടിച്ചാണ് ഇവർ മെറ്റിൽ നടക്കുന്നത്. വേണ്ട, ഫുള്ള് പണിയെല്ലാം കഴിച്ചത് അടിപൊളിയായില്ലേ? നേരത്തെ കണ്ടതാണോ? സൂപ്പറായി.
ഇനി അവർ പറഞ്ഞ ചിലത് ശരിക്കും തേകണം, കിണറൊക്കെ തേകി ചുറ്റും വെള്ളം ഒഴിച്ച് വൃത്തിയായി ക്ലീൻ ചെയ്ത് അടിപൊളിയാകും. അപ്പോൾ കിണറോട് തേയിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.